30ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കുറിക്കുന്നു. 31ാമത്തെ വയസ്സിൽ T20യിൽ 1ാം സ്ഥാനം കുറിക്കുന്നു. 33ാമത്തെ വയസ്സിൽ ഇന്ത്യൻ T20 ടീമിന്റെ ക്യാപ്റ്റനായി. സൂര്യകുമാർ യാദവ്, ദ 360 പ്ലെയർ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഇപ്പോൾ സംഭവിക്കുന്നത് നാടകീയമായ കാര്യങ്ങളാണ്. സൂര്യകുമാർ യാദവ് 2026 T20 ലോകകപ്പ് ഇന്ത്യക്ക് സമ്മാനിച്ചതിന് ശേഷം അദ്ദേഹത്തെ ടീമിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനുള്ള ചരടുവലികൾ നടക്കുന്നതായിട്ടാണ് BCCIയിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസി സ്ഥാനം എന്തായാലും തെറിക്കും. അദ്ദേഹം ടീമിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണകൾ ഇല്ലെങ്കിൽ പോലും സൂര്യകുമാർ യാദവ് എന്താണ് സംഭവിക്കുന്നത്? 2026 T20 ലോകകപ്പ് ഇന്ത്യക്ക് വേണ്ടി സമ്മാനിച്ചു എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഗംഭീരമായ കോൺട്രിബ്യൂഷൻസ് ഇന്ത്യൻ ടീമിന് കിട്ടിയിട്ടില്ല. USA-ക്കെതിരായ മത്സരത്തിൽ മാത്രമാണ് സൂര്യകുമാർ യാദവ് തിളങ്ങിയത്. ബാക്കി ഒരു മത്സരത്തിൽ പോലും സൂര്യകുമാർ യാദവിന് തിളങ്ങാൻ കഴിയാത്തത് ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് പരാജയം അല്ലെങ്കിൽ പോലും ആസ് എ പ്ലെയർ അദ്ദേഹത്തിന് ടീമിന് വേണ്ടിയിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല വിത്ത് ദ ബാറ്റ് എന്നൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ തന്നെ നിന്നത്. ഇപ്പോഴത്തെ IPL സീസൺ കഴിയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ മുംബൈ ഇന്ത്യൻസിന് കിട്ടാത്തതും ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ഈ സാഹചര്യങ്ങൾ കണക്കാക്കിക്കൊണ്ടാണ് BCCIയുടെ ഭാഗത്തു നിന്നും സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻസി സ്ഥാനത്തിൽ നീക്കം ചെയ്യണമെന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. 2024 T20 ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടത്തിയ ജയത്തിന് ശേഷം അപ്പോഴത്തെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ്. അവിടെ ശുഭ്മൻ ഗില്ലും ഹാർദിക് പാണ്ഡ്യയും ഒക്കെ മറികടന്നുകൊണ്ടാണ് സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി സ്ഥാനം ഏറ്റെടുക്കുന്നത്. എന്നാൽ ആ ഏറ്റെടുത്തതിന് ശേഷം ചീത്തപ്പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. 9 ബയലാറ്ററൽ സീരീസോളം ജയിച്ചു, ഏഷ്യ കപ്പ് തൂക്കി. അങ്ങനെ പല രീതിയിലും സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ട്രേഡ് മാർക്ക് ക്യാപ്റ്റൻ സിഗ്നേച്ചർ സ്റ്റൈൽസ് നടത്തിക്കൊണ്ട് തന്നെയാണ് പോയത്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടുന്ന ഈ വെല്ലുവിളി ചെറുതൊന്നുമല്ല. അദ്ദേഹത്തിന് മാനസികമായും ഫിസിക്കലിയും അത് തളർത്തുന്നു എന്ന് പറഞ്ഞാലും അതിൽ തർക്കമില്ല. സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോഴേക്കും BCCI മുന്നോട്ട് വെക്കുന്നത് 3 പേരെയാണ്. ആ 3 പേരിൽ ആർക്ക് നറുക്ക് വീഴും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ഈ 3 പേരിലല്ലാതെ മറ്റാരെങ്കിലും വന്നാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പ്ലെയർ നമ്പർ 1 ശ്രേയസ് അയ്യർ. T20 ടീമിൽ സ്ഥാനം പോലും ഇല്ലാത്ത ശ്രേയസ് അയ്യറിനെ ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പുച്ഛമുണ്ടാകാം. പക്ഷെ പുച്ഛിക്കാൻ വരട്ടെ. ടീമിലേക്ക് ശ്രേയസ് അയ്യറിനെ കൊണ്ടുവരാനും അതിലൂടെ ക്യാപ്റ്റൻസി സ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള ചരട് നീക്കങ്ങൾ ശക്തമായി തന്നെ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. 2025 പഞ്ചാബ് കിങ്സിനെ IPL ഫൈനലിലേക്ക് കൊണ്ടെത്തിച്ച ക്യാപ്റ്റൻ. അതിനേക്കാളുപരി അദ്ദേഹം ഏതൊക്കെ ക്യാപ്റ്റൻസി, അതായത് IPL ഫ്രാഞ്ചൈസിലേക്ക് ഏതൊക്കെ ടീമിനെ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഗംഭീരമായ പൊസിഷനിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുമുണ്ട്. അതെല്ലാം തന്നെ ശ്രേയസ് അയ്യറിന് പറയാൻ കഴിയുന്ന രീതിയിലുള്ള വെൽ ഡിസേർവ്ഡ് ക്യാപ്റ്റൻസി എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ 2026 അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 7 മത്സരങ്ങളിൽ 6 ജയിച്ചു, 1 മഴ കാരണം മാത്രം തടസ്സപ്പെട്ടു. അങ്ങനെ ഹാഫ് വേ മാർക്കിൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന പ്ലെയർ ശ്രേയസ് അയ്യറിന് അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് ഒന്നും നോക്കേണ്ട, കണ്ണും പൂട്ടി ക്യാപ്റ്റൻസി സ്ഥാനം, ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻസി സ്ഥാനം ശ്രേയസ് അയ്യറിനെ ഏൽപ്പിക്കണമെന്നാണ്. പക്ഷേ പിന്നീടുള്ള 7 മത്സരങ്ങളിൽ എന്താ സംഭവിച്ചത്? 6 മത്സരങ്ങളും തോറ്റു. ജയിച്ചത് ഒരേ ഒരു മത്സരം. പഞ്ചാബിന് പ്ലേ ഓഫ്സിൽ പോലും ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. അതായത് ടൂർണമെൻറ്റിൻ്റെ മിഡ് വേയിൽ ടോപ്പ് പൊസിഷനിൽ നിന്ന ടീം ടൂർണമെൻറ്റ് ലീഗ് ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും പുറത്തായി, പ്ലേ ഓഫ്സിൽ പോലുമില്ല. അവിടെ ശ്രേയസ് അയ്യറിൻ്റെ ക്യാപ്റ്റൻസിയെ വീണ്ടും ക്വസ്റ്റ്യനിങ് ആയിട്ട് വന്നു. രണ്ടാമത്തെ പ്ലെയർ തിലക് വർമ്മ. T20 ടീമിൽ ഇൻ ഔട്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഒരിടം കയ്യൻ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർ, അതും ടോപ്പ് ഓർഡറിൽ നിൽക്കുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററിനെ ആശ്രയിക്കുമോ ഇന്ത്യൻ ടീം എന്നുള്ള ചോദ്യമാണ്. ആൻഡ് മൂന്നാമത്തെ പ്ലെയർ ഇസ് സഞ്ജു വിശ്വനാഥൻ സാംസൺ. യെസ്, നമ്മുടെ മലയാളിയായ സഞ്ജു സാംസണെ പരിഗണിക്കാനുള്ള കാരണങ്ങളുമുണ്ട്. T20 വേൾഡ് കപ്പ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. തുടക്കത്തിൽ ടീമിൽ പോലും ഇല്ലാതിരുന്ന പ്ലെയർ ആ ടൂർണമെൻറ്റിൻ്റെ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റായി മാറുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും സഞ്ജുവിൻ്റെ മേലിലായിരിക്കുമല്ലോ കണ്ണുകൾ. അവസാനത്തെ 3 മത്സരങ്ങൾ, ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, സഞ്ജു നടത്തിയ നിർണായകമായ കോൺട്രിബ്യൂഷൻസ് ഇന്ത്യൻ ടീമിനെ ആ കപ്പിലേക്ക് കൊണ്ടെത്തിച്ച സഞ്ജു സാംസൺ തന്നെയാണ്, ഒരു തർക്കവുമില്ല. അത് കഴിഞ്ഞിട്ട് CSKയും രാജസ്ഥാൻ റോയൽസും നടത്തിയ നിർണായകമായ ട്രേഡിൽ CSK സഞ്ജു സാംസണെ വാങ്ങുകയും ഈ ടൂർണമെൻറ്റിൽ സഞ്ജു നടത്തിയ സംഭാവനകൾ CSKയ്ക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ 3 മത്സരങ്ങൾ ഫ്ലോപ്പായി കഴിഞ്ഞാൽ പിന്നീട് അതിനുശേഷമുള്ള 48 2 സെഞ്ചുറികൾ ഇതെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. CSKയ്ക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല, അംഗീകരിക്കുന്നു. പക്ഷേ CSKയ്ക്ക് വേണ്ടി സഞ്ജു നടത്തിയ കോൺട്രിബ്യൂഷൻ ചെറുതല്ല. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സഞ്ജു സാംസണെ T20 സ്ഥാനത്തേക്ക്, ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിൽക്കുന്നത്. എന്തായാലും 2 തട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കോച്ച് ഗംഭീർ സഞ്ജു സാംസണിന് വേണ്ടി ബാധിക്കുന്നു. അഗർക്കർ ആവട്ടെ ശ്രേയസ് അയ്യറിന് വേണ്ടിയിട്ടും തിലക് വർമ്മയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ, ചരടുവലികൾ നടക്കുമ്പോഴേക്കും അതൊരു ഭാഗത്ത് നടക്കട്ടെ. പക്ഷെ പറയാനുള്ളത് സൂര്യകുമാർ യാദവിനെ കുറിച്ചാണ്. അദ്ദേഹം വരുന്നതും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ടീമിന് വേണ്ടിയിട്ട് നിൽക്കുന്നതും ഒപ്പണൻസിനെ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് വീഴ്ത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഡസ് ഹി ഡിസേർവ് ദിസ് എന്നുള്ളൊരു ചോദ്യം വളരെയധികം പ്രസക്തമാണ്. ശരിയാണ്,
ഒരു നിർണായകമായ 2 ടൂർണമെൻറ്റുകൾ IPL-ഉം T20 ലോകകപ്പിലും അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഒരു 2-3 മത്സരങ്ങളിൽ നിന്ന് തന്നെ കളിച്ചില്ലെങ്കിൽ തന്നെ വിമർശനങ്ങൾ ഉയരുന്നൊരു കാലഘട്ടത്തിൽ 2 ടൂർണമെൻറ്റ് കളിച്ചിട്ടും വിമർശനങ്ങൾ ഉയർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അത്രയധികം ലോഡ് ടാലൻറ്റുകളാണ് പുറത്തേക്ക് നിൽക്കുന്നത്. വൈഭവ് സൂര്യവംശിയിൽ നിന്ന് തുടങ്ങിയാൽ എത്ര പേരിൽ നിന്ന് നമുക്ക് പോകേണ്ടി വരും അല്ലേ? ഹു ആൾ ആർ ഡിസേർവിംഗ് ടു ബി ഇൻ ദ T20 സ്ക്വാഡ്. അവിടെ നിന്നുകൊണ്ട് ഒരു പ്ലെയറിനെ പോലും ഒട്ടും ഫിറ്റ് അല്ല എങ്കിൽ, കളിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ടീമിൽ പിടിച്ചു നിർത്തേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് നിൽക്കുന്നത്. വെയിറ്റ് എ സെക്കൻഡ്, ശ്രേയസ് അയ്യറിനെയോ സൂര്യകുമാർ യാദവിനെയോ വെച്ച് കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷേ സൂര്യകുമാർ യാദവിന് ടീമിൽ പോലും സ്ഥാനമുണ്ടോ എന്ന് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ക്യാപ്റ്റൻസി സ്ഥാനത്ത് നിന്ന് നീക്കിയാൽ ഒരു പക്ഷേ സൂര്യ T20യിൽ നിന്നും റിട്ടയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ശ്രേയസ് അയ്യർ വിൽ ടേക്ക് ദറ്റ് പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ ആകും. ഇത് തന്നെയാണ് കാണാൻ പോകുന്നത്. ഇനി അഥവാ സൂര്യകുമാർ യാദവ് ടീമിൽ നിലനിൽക്കാനാണ് സാധ്യതയെങ്കിൽ തിലക് വർമ്മയ്ക്കോ സഞ്ജു സാംസണോ ക്യാപ്റ്റൻസി ബാൻഡ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇത് ഓവറോൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ധാരണ, എന്താണ് BCCI എടുക്കാൻ പോകുന്ന തീരുമാനം, ആര് പുറത്താകും, ആരകത്താകും എന്നതിനെ സംബന്ധിച്ചുള്ള നിർണായകമായ ചോദ്യങ്ങളും ഒരു വഴിയിൽ നിൽക്കുകയാണ്. ഇതും ഉത്തരം കിട്ടാത്ത ചോദ്യമായി എത്ര നാൾ നിൽക്കുമെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.